ഹരിയാനയിൽ കോൺഗ്രസ് കൊടുങ്കാറ്റ് ആഞ്ഞടിക്കുകയാണെന്ന് ആത്മവിശ്വാസത്തിൽ പറയുകയാണ് രാഹുൽ ഗാന്ധി. ദരിദ്രർക്കും കർഷകർക്കും വേണ്ടിയുള്ള സർക്കാർ കോൺഗ്രസ് രൂപീകരിക്കുമെന്ന് ഉറപ്പാണ്. സംസ്ഥാനത്തിന്റെ എല്ലാ കോണുകളിലും സ്നേഹത്തിന്റെ കട തുറക്കുമെന്ന് നുഹിൽ പൊതുയോഗത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കവേ രാഹുൽ ഗാന്ധി പറഞ്ഞു. ഇത് സ്നേഹവും വിദ്വേഷവും തമ്മിലുള്ള പോരാട്ടമാണ്. സ്നേഹം പ്രചരിപ്പിക്കുമ്പോൾ BJP വിദ്വേഷം പരത്തുകയാണ്. എവിടെ പോയാലും വിദ്വേഷം പരത്താനാണ് BJPയും RSSും ശ്രമിക്കുന്നത്. ഏത് സംസ്ഥാനത്ത് പോയാലും ഭാഷ, മതം, ജാതി എന്നിവയെ കുറിച്ചാണ് അവർ സംസാരിക്കുന്നത്. എന്നാൽ ഏറ്റവും പ്രധാനം സാഹോദര്യമാണ്. വിദ്വേഷം അവസാനിപ്പിക്കണം. ഇന്ത്യ വെറുപ്പിന്റെ രാജ്യമല്ല, സ്നേഹത്തിന്റെ രാജ്യമാണ്. വിദ്വേഷം രാജ്യത്തെ ദുർബലപ്പെടുത്തുകയും ദുഃഖവും ഭീതിയും പരത്തുകയും ചെയ്യും. വെറുപ്പിനെയും വിദ്വേഷത്തെയും പരാജയപ്പെടുത്തിയാൽ രാജ്യത്ത് സ്നേഹവും സാഹോദര്യവും ഐക്യവും വിജയിക്കും. രാജ്യം പുരോഗമിക്കണമെങ്കിൽ സ്നേഹവും സാഹോദര്യവും നിലകൊള്ളണം. സംസ്ഥാനത്തെ ജനങ്ങളുടെ ആഗ്രഹം പോലെ കോൺഗ്രസ് ഹരിയാനയിൽ സർക്കാർ രൂപീകരിക്കുമെന്നും രാഹുൽ വൻ പ്രതീക്ഷയോടെ പറഞ്ഞു. ഇതിനിടയിൽ മോദി പണ്ടു പറഞ്ഞ ചില കാര്യങ്ങളും രാഹുൽ എടുത്തിട്ടു. നിങ്ങൾ ശ്രദ്ധിച്ചോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. മുൻപ് മോദിജി 56 ഇഞ്ചിനെ കുറിച്ച് സംസാരിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ അദ്ദേഹത്തിന്റെ മുഖം പൂർണ്ണമായും മാറി. പാവപ്പെട്ടവരുടെയും കർഷകരുടെയും തൊഴിലാളികളുടെയും അവകാശങ്ങൾ സംരക്ഷിച്ചത് നമ്മുടെ ഭരണഘടനയാണ്. എന്നാൽ അതിനെ ആക്രമിക്കാനാണ് BJPയും RSSും ശ്രമിക്കുന്നത്. ഭരണഘടന നിലനിൽക്കുന്നില്ലെങ്കിൽ ഭൂമിയും പണവും വെള്ളവും അപ്രത്യക്ഷമാകുകയും ചിലരുടെ കൈകളിലേക്ക് മാത്രം ഇതെല്ലാം പോകുമെന്നും രാഹുൽ പറഞ്ഞു. വികസനത്തെക്കുറിച്ച് പ്രധാനമന്ത്രി അവകാശവാദങ്ങൾ ഉന്നയിക്കാറുണ്ട്. എന്നാൽ ഹരിയാനയെ എങ്ങനെയാണ് തൊഴിലില്ലായ്മയുടെ കാര്യത്തിൽ ഏറ്റവും ഉയർന്ന സ്ഥാനത്ത് എത്തിച്ചതെന്ന് ജനങ്ങളെ മനസ്സിലാക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല. ഇഷ്ടക്കാരായ 25 ലക്ഷത്തോളം ആളുകളുടെ 16 ലക്ഷം കോടി രൂപയുടെ കടം അദ്ദേഹം എഴുതിത്തള്ളി. എന്നാൽ കർഷകരുടെയും തൊഴിലാളികളുടെയും പാവപ്പെട്ടവരുടെയും കടം എഴുതിത്തള്ളിയോ എന്നാണ് രാഹുലിന്റെ ചോദ്യം. BJP എന്ത് ചെയ്താലും അത് ഭരണഘടനയെ ദുർബലപ്പെടുത്താനാണ് ചെയ്യുന്നതെന്നും രാഹുൽ എടുത്തു പറഞ്ഞു. കോൺഗ്രസ് അധികാരത്തിലിരിക്കുമ്പോൾ മാധ്യമങ്ങൾ സ്വതന്ത്രരായിരുന്നു. എന്നാൽ ഇപ്പോൾ BJP മാധ്യമങ്ങളെ സമ്മർദ്ദത്തിലാക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് ഭരണഘടനയെ ആക്രമിക്കുകയാണ്. ഈ രാജ്യത്തെ ഗുസ്തി താരങ്ങളുടെ പ്രതിഷേധത്തിന് മേൽ കേന്ദ്ര സർക്കാർ കണ്ണടച്ചു. അവരിൽ ഭൂരിഭാഗവും ഹരിയാനയിൽ നിന്നുള്ളവരായിരുന്നു. BJP അവരോട് ചെയ്തത് എല്ലാവരും കണ്ടു. വംശീയ കലാപത്തിന് സാക്ഷ്യം വഹിച്ച മണിപ്പൂരിനെ മോദി തിരിഞ്ഞു നോക്കിയില്ലെന്നും രാഹുൽ കിട്ടിയ അവസരത്തിൽ കുറ്റപ്പെടുത്തി. ഏതായാലും ഹരിയാനയിൽ വലിയ ആത്മവിശ്വാസത്തിലാണ് രാഹുൽ ഗാന്ധി. അതിനിടയിലാണ് BJP നേതാവ് കോൺഗ്രസിലേക്ക് എത്തിയത്. തിരഞ്ഞെടുപ്പിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെയാണ് മുൻ ലോക്സഭാ MP അശോക് തൻവാർ കോൺഗ്രസിൽ ചേർന്നത്. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ റാലിയിൽ വെച്ചായിരുന്നു തൻവാറിന്റെ കോൺഗ്രസ് പ്രവേശനം. BJPക്ക് വേണ്ടി വോട്ട് തേടി മണിക്കൂറുകൾക്കുള്ളിലായിരുന്നു നാടകീയമായി തൻവാർ പാർട്ടി വിട്ടത്. തിരഞ്ഞെടുപ്പിനോടടുത്ത് പല നേതാക്കളും പാർട്ടി വിട്ട് മറ്റു പാർട്ടികളിലേക്ക് ചേക്കേറിയിരുന്നുവെങ്കിലും തൻവാറിന്റെ ഈ നീക്കം അപ്രതീക്ഷിതമായിരുന്നു. സംസ്ഥാനത്ത് കോൺഗ്രസിന് അനുകൂലമാണ് കാര്യങ്ങൾ എന്നതിന്റെ തെളിവ് കൂടിയാണ് അവസാന നിമിഷവും പാർട്ടിയിലേക്ക് നേതാക്കൾ ഒഴുകാൻ കാരണമെന്നും കോൺഗ്രസ് പ്രതികരിച്ചിരുന്നു. അതേസമയം തൻവാറിന്റെ വരവ് കോൺഗ്രസിന് ഗുണകരമാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഇപ്പോൾ സത്യത്തിൽ രാഹുൽ ഗാന്ധിക്കും കൂട്ടർക്കും കൂടുതൽ ആത്മവിശ്വാസം കൈവന്നിരിക്കുകയാണ്. ഒക്ടോബർ 5-നാണ് ഹരിയാനയിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. 8-നാണ് വോട്ടെണ്ണൽ. 10 വർഷങ്ങൾക്ക് പുറം സംസ്ഥാനത്ത് ഭരണം പിടിക്കാനാകുമെന്നാണ് കോൺഗ്രസിന്റെ പ്രതീക്ഷ.